നാളെ വിജയുടെ ബർത്ത്ഡേ ആണ്. തലപതി വിജയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഓരോ വർഷം വിജയുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് പുതിയ പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകളും അനൗൺസ്മെന്റുകളും ടൈറ്റിൽ റിവ്യൂലും എന്നിങ്ങനെ ഒരുപാട് മാഷപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഈ മനുഷ്യനോടുള്ള ഒരു ആരാധനയുള്ള ആൾക്കാരുടെ ഒരു സെലിബ്രേഷൻ തന്നെയാണ് ജൂൺ 22 തീയതി എന്ന് പറയുന്നത്. നാളെ വിജയുടെ ബർത്ത്ഡേ ആണ്. നാളെ തന്നെ വിജയുടെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. കേട്ടിടത്തുള്ളത് ഒരു സാധാരണ പടല്ല, ഇതൊരു വേറെ മാതിരി സംഭവമാണ്. എന്താന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒപ്പം തന്നെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ കൂടി ഒരു കിഡിലിന് അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നേക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എച്ച് വിനോദ് ഡയറക്ട് ചെയ്യുന്ന തലപതി വിജയുടെ അവസാനത്തെ സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. പേരിനകത്ത് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് ഈ ഒരു സിനിമ എന്നും എന്താണ് ഈ സിനിമയുടെ പൊളിറ്റിക്സ് എന്നും ഇതിന്റെ അജണ്ട എന്താണെന്നുള്ളൊരു കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ടല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു, ഓരോ പ്രാവശ്യം ഓരോ തലപതി വിജയുടെ അപ്ഡേറ്റുകൾ വരുന്ന സമയത്തും ബർത്ത്ഡേ മോഷൻ പോസ്റ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ അടുത്ത വർഷം തൊട്ട് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ലാസ്റ്റ് സിനിമ എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലായിട്ട് പറയുന്ന സമയത്തും ഇനി 3-4 സിനിമകൾ ചെയ്യാനായിട്ട് അദ്ദേഹം പ്ലാൻ ഇടുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ മുന്നേ തന്നെ ഒരുപാട് റൂമറുകൾ, സ്ട്രോങ് റൂമേഴ്സുകളായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആഫ്റ്റർ 2026 ശേഷം ലിയോ 2 ഉണ്ടാവും, മാസ്റ്റർ 2 ഉണ്ടാവും എന്നിങ്ങനെ പല സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ തുരുതുരാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ സിനിമയിൽ അദ്ദേഹം സജീവമായിട്ട് ഉണ്ടാവട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു എന്റർടൈനർ എന്നുള്ള രീതിക്ക് ഇങ്ങനെ വെട്ടാൻ പറ്റുന്ന വേറൊരു തമിഴ് നടനുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ സംശയമാണ്. എനിവേസ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററാണ് ഇന്നലെ പുറത്തു വന്നേക്കുന്നത്. ദ ഫസ്റ്റ് റോർ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തു വന്നേക്കുന്നത്. നാളെ, അതായത് 22 തീയതി 12 മണി AM രാവിലെ 12 മണിക്ക് തന്നെയാണ് ഈ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവിടാനായിട്ട് പോകുന്നത്. മുൻപ് ഈ സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു പോലീസ് കോപ്പ് ആണെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു മുന്നേ പുറത്തേക്ക് വന്നായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണെന്നൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. ആൻഡ് ജനനായകൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യം സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നേക്കുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വിജയ് ഈ കൈ ഇങ്ങനെ ക്ലഞ്ച് ചെയ്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം കാണാൻ വരുന്നുണ്ടല്ലേ. ഇതിനെ ശരിക്കും ഒന്ന് സൂം ഇൻ ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വരുന്ന കാര്യം എന്ന് പറയുന്നത് TVKയുടെ ലോഗോ ആണെന്നുള്ളൊരു കാര്യം കൂടി ഇപ്പൊ പറയുന്നുണ്ട്. അതായത് തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി, വിജയുടെ സ്വന്തം പാർട്ടിയാണ്. അടുത്ത വർഷം തൊട്ട് അദ്ദേഹം സജീവമായിട്ട്, ഇപ്പോഴേ തന്നെ പൊളിറ്റിക്സിലോട്ട് അദ്ദേഹം സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷം 2026 ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന ഒരു വലിയ പാർട്ടിയാണ് TVK എന്ന് പറയുന്നത്. ആ പാർട്ടിയുടെ തന്നെ യഥാർത്ഥത്തിലുള്ള ആ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ സിമ്പിളാണ് ഇദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുത്തേക്കുന്നത്. അതിന്റെ ടാറ്റു ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഫാൻസ് എല്ലാം ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് നാളെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് റോഡ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അനിരുദ്ധ് രവിചന്ദർ ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അറിയാം. സോ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പോകുന്ന ഇൻസ്പിറേഷൻസുകളും എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്നുള്ളത് നാളെ കണ്ടറിയാം. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള സിനിമ എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിൽ വന്നേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമ ആയിരിക്കും അല്ലേ. മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ സിനിമ ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്നതിന്റെ ഒരു അങ്ങേറ്റം എന്നുള്ളൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ. ഐ മീൻ നോൺ മലയാളമായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും കൈൻഡ് ഓഫ് ഒരു ബ്രൂട്ടാലിറ്റി കാണിച്ചേക്കുന്ന അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു സിനിമ എന്നുള്ള രീതിക്ക് നമ്മൾ അതിനെ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അതും ഒരു കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്, അതും ഒരു ജോണർ ഓഫ് ഒരു സിനിമയാണ്. സോ അത്തരത്തിൽ ബ്രൂട്ടാലിറ്റി കാണിച്ചേക്കുന്ന മലയാളത്തിലെ ഏറ്റവും ഒരു അംഗീകാരം കിട്ടിയേക്കുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ എ സർട്ടിഫിക്കേഷനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയേക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ലീഡ് ഇട്ടുകൊണ്ടായിരുന്നു സിനിമ അവസാനിപ്പിച്ചായിരുന്നത്. സിനിമ കണ്ടവർക്ക് അറിയാം, സെക്കൻഡ് പാർട്ടിന്റെ ഒരു ലീഡ് ഇട്ടുകൊണ്ടായിരുന്നു സിനിമ അവസാനിപ്പിച്ചായിരുന്നത്. എന്നാൽ സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ 2 ഈസ് ഒഫീഷ്യലി ഡ്രോപ്ഡ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് മാർക്കോ 2 ഇനി സംഭവിക്കില്ല എന്നുള്ള രീതിക്കുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ഉണ്ണിമുകുന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമന്റിന് കൊടുത്തേക്കുന്ന റിപ്ലൈ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്. സിൻസ് ഒരുപാട് നെഗറ്റിവിറ്റി ഒക്കെ മറ്റുള്ളത് കൊണ്ട് തന്നെ, അതായത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് നാട്ടിൽ ഭയങ്കരമായിട്ട് വയലൻസ് കൂടിയത് എന്നുള്ള രീതിക്കുള്ള പല അഭിപ്രായക്കാരും ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ പറഞ്ഞായിരുന്നു, പലതരത്തിലുള്ള ഒപ്പീനിയനുകൾ ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒഫീഷ്യലി ഡ്രോപ്പ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതിക്കുള്ളൊരു വാർത്തയാണ്, ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. സോ മാർക്കോ 2 എന്ന് പറയുന്ന സിനിമ ഉണ്ടാവാനായിട്ട് ചാൻസ് 99% ഇല്ല എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ സിനിമയുടെ ബ്രൂട്ടാലിറ്റി കുറച്ചുകൊണ്ട് ആ ഒരു സിനിമ സംഭവിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. കാരണം
എനിവേസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ്സും അവരെ അവതരിപ്പിച്ചേക്കുന്ന രീതിയൊക്കെ ടോപ്പ് നോച്ച് തന്നെയായിരുന്നു. മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിക്കുള്ള ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിക്കുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബ്രൂട്ടാലിറ്റിക്ക് ഒന്ന് കുറച്ചുകൊണ്ട് സിനിമ ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. എനിവേസ് സിനിമ ഒഫീഷ്യലി ഇപ്പോൾ ഡ്രോപ്പ് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പേ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മോഹൻ ഒരു ഇന്റർവ്യൂക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി ഇത്തരത്തിലുള്ള ഹൈ ബ്രൂട്ടൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്യില്ല, കമ്മിറ്റ്മെന്റ് എന്തായാലും പൂർണ്ണമായിട്ട് അതിനോടുള്ള നീതി പുലർത്തുന്ന രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ മുന്നേ തന്നെ വന്നായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം മേ ബി സിനിമ ഡ്രോപ്പ് ആയിരിക്കുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ നമുക്ക് പുറത്തേക്ക് വന്നേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാർക്കോ 2 പോയാലും പകരം അടുത്തൊരു അടി പടം പുറത്തേക്ക് വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തേക്ക് വന്നേക്കുന്നത്. ആസിഫ് അലി എന്ന് പറയുന്ന നടനെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആസിഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനും അദ്ദേഹം ചെയ്യുന്ന ആ റോളിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ അടുത്ത പടം എന്ന് പറയുന്നത് കുറച്ച് അടി പരിപാടിയുള്ള ഒരു പടമാണ്. ഇത് ആസിഫ് അലിനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ടിക്കി ടക്ക എന്നാണ് ഈ സിനിമയുടെ പേര്, ടിക്കി ടക്ക. സോ ആസിഫ് അലി ഇതുവരെ ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ പടം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഈ സിനിമയുടെ ഷൂട്ടിന്റെ 30% കഴിഞ്ഞു എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നേക്കുന്നത്. നസ്ലൻ, ലുക്മാൻ എന്നിങ്ങനെ ഒരുപാട് പേര് സിനിമയ്ക്കകത്ത് ഒരു ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രോഹിത് VS ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സോ മലയാളത്തിലേക്ക് അടുത്തൊരു വലിയൊരു എന്റർടൈനർ കൂടി, വലിയൊരു ആക്ഷൻ എന്റർടൈനർ ആയിട്ടാണ് ടിക്കി ടക്ക ഇപ്പൊ വരാനായിട്ട് പോകുന്നത്. മലയാളത്തിലെ സ്വന്തം മോഹൻലാലിനെ കുറിച്ച് പറയുന്ന സമയത്ത് തമിഴിലുണ്ട് ഒരു മോഹൻലാൽ അല്ലെ. ഇവിടുന്ന് സ്റ്റേറ്റ് കടന്ന് മൂപ്പര് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യുന്ന കൊലാബറേഷൻസുകൾ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം കുറച്ച് പ്രായമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്യാറുള്ളതെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ജില്ല എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, വിജയുടെ അച്ഛനായിട്ടാണ് അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അതുപോലെ സൂര്യയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാലിനോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇത്രയും വലിയ സ്റ്റാർ ആയിട്ട് കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് വൈ യു ഡൂയിങ് തമിഴ് സിനിമ എന്നുള്ളൊരു കാര്യം ചോദിച്ച സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു റിപ്ലൈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്, പക്ഷെ യെറ്റ് പവർഫുൾ എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഐ എം എൻ ആക്ടർ എന്നുള്ളൊരു കാര്യമായിരുന്നു. അദ്ദേഹം ഒരു നടനായതുകൊണ്ടാണ് ഏതൊരു നടനെ കൂടെയും അദ്ദേഹത്തിന് അഭിനയിക്കാനായിട്ട് മനസ്സ് വരുന്നതും അദ്ദേഹം അതിനായിട്ട് തയ്യാറാവുന്നതും എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിജയുടെ ഒപ്പം സൂര്യയുടെ ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്ന മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതായിട്ട് അവിടെ അഭിനയിക്കാനായിട്ട്, അതായത് ഇനി തമിഴ് സിനിമനെ റൂൾ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട നടന്മാരെ നമ്മൾ എടുത്തു കാണുന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനറ്റ് ആയിട്ട് ശിവകാർത്തികേയന്റെ ഒരു പേര് നമുക്ക് കാണാൻ സാധിക്കില്ലേ. അടുത്തൊരു പഞ്ച് ഓഫ് ആക്ടേഴ്സിൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആക്ടറാണ് ശിവകാർത്തികേയൻ എന്ന് പറയുന്നത്. സോ ശിവകാർത്തികേയന്റെ പടത്തിലാണ് ഇപ്പൊ മോഹൻലാൽ അഭിനയിക്കാനായിട്ട് പോകുന്ന ഒരു പുതിയ സിനിമ ഓൾറെഡി ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ശിവകാർത്തികേയന്റെ അച്ഛന്റെ റോളിലാണ് ഇവിടെ മോഹൻലാലിന്റെ കഥാപാത്രം വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തേക്ക് വന്നേക്കുന്നത്. സോ നാളെ തലപതി വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി അതിന്റെ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുന്നില്ല. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യാണെന്നുള്ളൊരു കാര്യം അറിയാം. എനിവേസ് വൺസ് എ കിങ് ഈസ് ഓൾവേസ് എ കിങ് എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ഇങ്ങനെ അടിച്ചേക്കുന്ന റെക്കോർഡുകളൊക്കെ അത് വേറെ ലെവലാണല്ലേ. സാറ്റലൈറ്റിലാണെങ്കിലും ഭയങ്കര ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം അറിയാം. എനിവേസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊമോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ? അത് വേറെ ലെവലായിരിക്കുമോ? ഇത് കൈൻഡ് ഓഫ് ജോണർ ഓഫ് സിനിമയായിരിക്കും? ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമയായിരിക്കുമോ? അതൊരു പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടുള്ള ബെല്ലൈക്കൺ കൊടുത്ത് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് പീറ്റർ നാട്സ് സൈനിങ് ഔട്ട്.